ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇതാരും അനുകരിക്കാതിരിക്കുക. കാരണം നമ്മൾ പൊറോട്ട എത്രത്തോളം ഒഴിവാക്കുന്നു. അപ്പം നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. കഴിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊക്കെ വല്ലപ്പോഴും എന്ന് വെച്ചാൽ വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരു സാധനം കേട്ടോ പൊറോട്ട എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേ പൊറോട്ടേനോട് അത്ര ഇഷ്ടമല്ല, പക്ഷേ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ പിന്നും കുഴപ്പമില്ല. പൊറോട്ട മാത്രം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. പൊറോട്ട ബീഫ്, പൊറോട്ട ചിക്കൻ കറി, അങ്ങനെ പലതും ഇഷ്ടപ്പെടുന്ന പൊറോട്ടയിൽ തന്നെ പല കൊത്തു പൊറോട്ട ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ പരമാവധി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ പരമാവധി നമ്മൾ ഉപേക്ഷിക്കുന്നതല്ല. കാരണം ഇത് ദഹനത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ നിന്നൊന്നും നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല, മൈദ ആയതുകൊണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയായിരുന്നു വാങ്ങിയിട്ട്. ഞങ്ങൾ പിന്നെ എന്തോ ഒരു കാരണം കൊണ്ട് വാങ്ങിയതാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കഴിക്കുന്നുണ്ട് നന്നായിട്ട്. കഴിക്കുന്നത് നോക്കണ്ട, ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയാനുള്ള പരമാവധി ഇത് നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊരു മുട്ടക്കറിക്ക് എനിക്ക് പൊതുവെ അത്ര ടേസ്റ്റൊന്നും തോന്നിയില്ല. അജിനോമോട്ടോ ഒക്കെ ഇട്ട മുട്ടക്കറിയാന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് വായിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മളെ വയറിന്